ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് നമ്മളെ തന്നെ സംശയിക്കേണ്ടതായ ചില സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാകാം. നമ്മളെ കൊണ്ടിത് ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് നിന്ന ചില സമയങ്ങൾ. ഇങ്ങനെ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കാതെ നമ്മൾ ചിന്തിച്ച കാര്യത്തിനായി ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ്. ഇവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും സെൽഫ് കോൺഫിഡൻസിനെ ഒരു നാച്ചുറൽ ടാലൻറ്റഡ് ആയിട്ടാണ് കരുതിയിട്ടുള്ളത്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കോൺഫിഡൻസ് ആയിരിക്കുകയാണെങ്കിൽ മാത്രമേ അത് നമുക്ക് നാച്ചുറലായി വന്നാൽ മാത്രമേ ഒരു കോൺഫിഡൻസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. ആക്ച്വലി കോൺഫിഡൻസ് ഒരു സ്കില്ലാണെന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റുള്ള കാര്യങ്ങളെ പോലെ തന്നെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത് മൂലം നമ്മളും ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറും. സോ അങ്ങനെയുള്ളൊരു 4 പോയിൻറ്റ്സാണ് ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളോട് സംസാരിക്കുന്നത് വിദ്യ. ഫസ്റ്റ് പോയിന്റ്, പ്രാക്ടീസ് ആൻഡ് റിപ്പീറ്റേഷൻ. നിങ്ങളുടെ ലൈഫിൽ ഏതൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ അതൊരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ ചെയ്യത്തില്ല. ഇപ്പോൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ വീഴുന്നതും നടക്കാൻ തുടങ്ങുമ്പോൾ വീഴുന്നതുമൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എത്ര വട്ടം വീണാലും അത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴാണ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറുന്നത്. ചിലരിങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം, പ്രാക്ടീസ് ചെയ്ത് അത് ഞാൻ നേടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് നേടിയാൽ ഓക്കെ. പക്ഷേ അപ്പോൾ നേടാതെ ഇരുന്നാൽ നമുക്ക് കുറേ നേരം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴ്ന്നു പോകും. ആ സമയത്ത് എന്താണ് ചെയ്യുക എന്നുള്ളത്, നിങ്ങൾ ആ സമയത്ത് ഇതുവരെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത മെത്തേഡൊന്ന് മാറ്റി നോക്കുക. മറിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഗോള് മാറ്റരുത്. ഓക്കെ. നമ്പർ 2, റീകോൾ യുവർ അച്ചീവ്മെൻറ്റ്സ്. ഇപ്പോൾ ഒരു പാത്രത്തിൽ നിറച്ചും ഞണ്ടുകളെ ഇട്ടിരിക്കുകയാണെന്ന് വെക്കാം. അവർ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ബാക്കിയുള്ള ഞണ്ടുകൾ എന്താ കാട്ടുക, ഈ ഞണ്ടിൻ്റെ കാല് പിടിച്ചിട്ട് പിന്നെയും ഈ ഒരു പാത്രത്തേക്ക് തന്നെ വലിച്ചിടും, അല്ലേ? നമ്മുടെ ലൈഫിലും ഇതുപോലെയുള്ളവരെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് കരുതിയാലും അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല, മറിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്കിലോ അവരും വളരില്ല, നമ്മളെ വളരാൻ അനുവദിക്കത്തുമില്ല. ഈ ഒരു നെഗറ്റീവൊക്കെ കേൾക്കുമ്പോൾ സംടൈംസ് നമ്മൾ ലോ ആയിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഇതുവരെയും ചെയ്ത ഏതെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. എന്തായാലും നമുക്ക് നമ്മുടെ ലൈഫിൽ നേടിയിട്ടുള്ള ചെറിയതോ വലുതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്സ് നമ്മുടെ ലൈഫിൽ എന്തായാലും ഉണ്ടാകും. അത് ഈ സമയത്തൊന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അച്ചീവ്മെൻറ്റ്സും നിങ്ങളൊരു നോട്ടിൽ എഴുതുക. ഇനി തുടർന്നും നിങ്ങൾക്ക് കിട്ടുന്ന ചെറുതോ വലുതോ ആയ എല്ലാ അച്ചീവ്മെൻറ്റ്സുകളും നിങ്ങൾ ആ ബുക്കിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ലോ ആയിട്ട് ഫീൽ ചെയ്ത നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്മീഡിയറ്റ്ലി ബൂസ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലൂടെ കാണാൻ വേണ്ടി പറ്റും. ഒരു വ്യക്തിക്ക് കോൺഫിഡൻസ്, ആത്മവിശ്വാസം അത്യാവശ്യമായ ഒന്നാണ്. കാരണം ഒരു കാര്യത്തിൽ നിങ്ങൾ എത്ര കോൺഫിഡൻസ് ആണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ആ കാര്യത്തിൽ റിസ്ക് എടുക്കുന്നത്. അങ്ങനെ റിസ്ക് എടുക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളെ ഇപ്പോഴുള്ള കറൻറ്റ് സ്റ്റേജിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആവത്തുള്ളൂ. നമ്പർ 3, പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളെല്ലാവരും നമ്മളോട് തന്നെ സംസാരിക്കാറുണ്ട്, അല്ലേ? ഇത് സാധാരണമായ ഒരു കാര്യമാണ്. നമ്മൾ ഇതിന് മുന്നേയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക്, അഫോർമേഷൻസൊക്കെ നമ്മൾ തന്നെ കൊടുക്കുക എന്നുള്ളത്. ബട്ട് ഇതൊരു നോർമലായ ഒരു കാര്യമാണെങ്കിലും എന്താണ് സംസാരിക്കുന്നത്, പോസിറ്റീവായാണോ സംസാരിക്കുന്നത് അതോ നെഗറ്റീവായാണോ സംസാരിക്കുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ടാകേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ. നിങ്ങളുടെ സ്കൂൾ ഓർ കോളേജ് ഡേയ്സിൽ ടീച്ചേഴ്സ് ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്നെ പറയരുത്, എന്നെ വിളിക്കരുത് എന്ന് തീർച്ചയായിട്ടും ചിന്തിച്ചവരുണ്ടാകാം, അല്ലേ? ടീച്ചേഴ്സിനോട് ഐ കോണ്ടാക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുമെന്ന് പേടിച്ചിട്ട് പഠിക്കുന്ന പോലെ ആക്ടിങ് കാണിക്കും. ഇതുപോലെ ചെയ്യുന്നതെല്ലാം നിങ്ങളോട് തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുന്നു എന്നതിനുള്ള ഇൻഡിക്കേഷനാണ്. കാരണം ഓൾറെഡി ഈ ലോകത്ത് ചിലർ നിങ്ങളെ വിജയിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടുണ്ടാവും. ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളോട് തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുന്നത് കൊണ്ട് അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ മോശമായിട്ടുള്ളൊരു രീതിയിൽ എഫക്റ്റ് ചെയ്യും. സോ നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ തന്നെ ഫുൾ ഇൻചാർജ് ഏറ്റെടുക്കുക. ഐ ക്യാൻ ബി റിച്ച്, ഐ ക്യാൻ ബി വെൽത്തി, ഐ എം സ്മാർട്ട്, ഐ എം കോൺഫിഡൻറ്റ്. ഇങ്ങനെയുള്ള പോസിറ്റീവ് സെൽഫ് ടോക്ക് ആൻഡ് അഫോർമേഷൻസ് മൂലം നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ കൊണ്ടുവരിക. ഓക്കെ. നമ്പർ 4,
സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ ദി പോസിറ്റീവ് തിങ്സ് ഇൻ ലൈഫ്. ക്ലാസ്സിൽ ടീച്ചർ ഒരു ബോർഡിൽ സ്കൂൾ എന്ന് എഴുതുകയാണ്. ഇപ്പോൾ കുട്ടികളെല്ലാം അത് നോക്കി ചിരിക്കാൻ തുടങ്ങുന്നു. ടീച്ചർ ചോദിച്ചു എന്തിനാ ചിരിക്കുന്നതെന്ന്. കുട്ടികൾ പറഞ്ഞു ബോർഡിൽ സ്കൂൾ എന്ന് എഴുതിയത് തെറ്റാണ്, അങ്ങനെയല്ല സ്കൂൾ എഴുതേണ്ടതെന്ന്. ടീച്ചർ പറഞ്ഞു എനിക്കറിയാം, നിങ്ങൾക്ക് സ്കൂൾ എന്ന് എഴുതാൻ അറിയാമെന്ന് എനിക്കറിയാം, ബട്ട് ഇന്ന് ഞാൻ സ്കൂൾ എന്ന് എഴുതി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് ലെസൺ പറഞ്ഞു തരാനാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ ഇത്രയും ദിവസം ക്ലാസ് എടുത്താലും ഇന്ന് ഞാൻ ചെയ്ത ചെറിയൊരു മിസ്റ്റേക്കിലാണ് നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ പോയത്, അല്ലേ? സോ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകം നിങ്ങൾ എത്ര നല്ല കാര്യം ചെയ്താലും അതിനോടൊന്നും അപ്രിഷ്യേറ്റ് ചെയ്യത്തില്ല. എന്നാൽ നിങ്ങൾ ചെയ്ത ഒരു മിസ്റ്റേക്കിലാണ് എല്ലാവരുടെയും ഫോക്കസ് പോകുക. ഓക്കെ, നിങ്ങൾ ചെയ്ത ആ ഒരു തെറ്റിനെ നോക്കിയിട്ടാവും എല്ലാവരും കളിയാക്കുക. സോ ഈ ലോകം ഇങ്ങനെയാണെന്നുള്ള ഫാക്റ്റ് മനസ്സിലാക്കി നിങ്ങൾ ഇങ്ങനെയാകാതെ മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. അവരെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവരെ ക്രിറ്റിസിസം ചെയ്യാം. അങ്ങനെ ക്രിറ്റിസിസം ചെയ്താലും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് അവരെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. ഒരാളെ അടിതെറ്റി വീണ് കഴിഞ്ഞാൽ അവരെ കളിയാക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മാറാനോ ഒന്നും പോകുന്നില്ല. ഇപ്പോൾ ആരെങ്കിലും വളരുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഒന്ന് കൊടുത്തു നോക്കുക. ഒരിക്കലും നിങ്ങൾ ഞാനിതിനു മുൻപ് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഇതൊക്കെ കടന്നു വന്നത്, അല്ലെങ്കിൽ നിന്നേക്കാളും ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും ആ ഒരു രീതിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഈ ഒരു സിറ്റുവേഷൻസ് കടന്നു വന്നതുകൊണ്ടാണ് എന്നെപ്പോലെ നിങ്ങളാവരുത് എന്ന് കരുതി വേണം നിങ്ങൾ ഈ ഒരു ക്രിറ്റിസിസം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവരത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. സോ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആരെങ്കിലും ക്രിറ്റിസിസം ചെയ്യുകയാണെങ്കിൽ ഈ ലോകം ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഈ ഒരു നെഗറ്റീവ് ക്രിറ്റിസിസത്തിലും നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ എടുക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കാരണം ആ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. തെറ്റ് പറ്റിയാൽ മാത്രമേ നമ്മളെ കൊണ്ടത് പഠിക്കുവാനും അതിൽ ഒന്നുകൂടി വളരുവാനും സാധിക്കത്തുള്ളൂ. ആ ഒരു സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.